ഹായ്, അസ്സാം വലൈക്കും. നമുക്ക് ചക്ക വരട്ടിയെടുത്താലോ? ഈ ചക്ക നീരുണ്ടല്ലോ, ഞാൻ ചക്ക മിക്സിയിൽ അരച്ചിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് കഴിഞ്ഞ് സിബ്ലോ കവറിൽ ഫ്രീസറിൽ വെച്ചതാണ്. 1 വർഷം വരെ ഇരുന്നോളും കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുത്താലോ? അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ എന്തോരം ചക്ക നീരുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഫ്രീസറിൽ ഇരുന്ന കാരണം ഐസുണ്ടേ, അത് നന്നായിട്ട് പോയിട്ടില്ല. അപ്പോൾ ചൂടാവുമ്പോൾ ഐസ് നന്നായിട്ട് വിട്ട് വന്നോളും. നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയല്ലേ, അപ്പോൾ അത് അടുക്കി പിടിക്കാതെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്തോരം ചക്കനീര് ഉണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1 കപ്പ് ചക്കനീര് ഉള്ളെങ്കിൽ 1 കപ്പ് ചക്കനീര് ചക്ക വരട്ടിയെടുത്താൽ ഒരു 2 സ്പൂണേ കാണത്തുള്ളൂ. പക്ഷേ ചക്കനീര് ഇപ്പോൾ ഒരു പകുതി ചക്കയുടെ ഇതുണ്ടെങ്കിൽ നമുക്കൊരു ഒരു തേങ്ങയുടെ പാല്, നല്ല വലിയ ഒരു തേങ്ങയുടെ പാല്, നല്ല കുറുകിയ പാലായിരിക്കണം. അപ്പം നല്ല ടേസ്റ്റിൽ ചക്ക വരട്ടിയെടുക്കാം. ആ തേങ്ങാപ്പാൽ എന്തോരം നമ്മൾ ചേർക്കുന്നോ അപ്പം അതിന് അനുസരിച്ചായിരിക്കും ചക്ക വരട്ടിയതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് വരട്ടിയെടുക്കുന്നതിലും നല്ല ടേസ്റ്റ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ്. വെളിച്ചെണ്ണയും നെയ്യും വേണം, എന്നാലും തേങ്ങാപ്പാൽ എന്തോരം ചേർക്കുന്നോ അതനുസരിച്ചാണ് നമുക്ക് ഇത് കിട്ടുന്നത്, ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കി അതുകൂടി ചേർത്തോണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്നെല്ലാം ചീനിച്ചട്ടി ചൂടാക്കിയതിന് ശേഷമല്ല ഇടേണ്ടത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് എന്ന് വെച്ചാൽ ചക്കനീരും തേങ്ങാപ്പാലും ശർക്കര നീരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. ശരിക്കും ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വരട്ടിയെടുക്കാം. നല്ലപോലെ വെള്ളം വറ്റി നന്നായിട്ട് വരണ്ട് വരും. എന്നാലും കുറച്ചുകൂടി നമുക്ക് പുറത്തൊക്കെ വെക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ച് ചീനിച്ചട്ടി തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വരട്ടിയെടുക്കുന്നതാണ്. ഇടയ്ക്ക് ഞാൻ വെളിച്ചെണ്ണയും ഇടയ്ക്ക് ഞാൻ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിൽ ഇപ്പം ഇടണ്ട. നമുക്ക് തേങ്ങാപ്പാലായതുകൊണ്ട് നന്നായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ടേസ്റ്റായിട്ട് വരണ്ട് വന്നോളും. അപ്പോൾ അതിൽ തന്നെ വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഞാൻ നെയ്യാണ് കൂടുതലും ചേർത്തത്. ഇവിടെ കുട്ടികൾക്ക് നെയ്യാണ് ഇഷ്ടം. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. പുറത്ത് വെച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൽ കോരി തിന്നാൻ ഏറ്റവും നല്ലത് നെയ്യ് തന്നെ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇത് ഒരുപാടൊന്നും ഇല്ല, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ ഓയിലും നെയ്യുമാണ് ഇതിന് യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. നെയ്യ് ചേർത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണയാണെങ്കിൽ ചിലപ്പോൾ കനച്ച് പോവും കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് ചീത്തയായി ഒന്നും പോകത്തില്ല. നന്നായിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു കളർ ചേഞ്ച് ആയി നന്നായിട്ട് വരണ്ട് വരും. ഇതിനകത്ത് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനകത്ത് പൊടികൾ ചേർത്താൽ ചക്ക ഹൽവയായി പോകും. നമുക്കിങ്ങനെ കോരി തിന്നാനാണ് ഇഷ്ടം. ഇത്രയും വരട്ടി വെച്ചത് നമുക്ക് വേണമെങ്കിൽ ചക്ക അടയും ചക്ക പായസവും ചക്ക അടപ്രഥമനും ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ നമുക്കിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വരട്ടി വെച്ചിരുന്നാൽ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നന്നായിട്ട് വെള്ളം വറ്റി വരണ്ട് നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമ്മുടെ ഈ ചട്ടുകത്തിന്ന് ഇങ്ങനെ വിട്ട് വരണം. കണ്ടോ, ഈ ഒരു പരുവം കണ്ടില്ലേ, കറക്റ്റ് ഇതാണ് നല്ല ചക്ക വരട്ടിയുടെ പരുവം. വിട്ട് വരണം നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പം. കണ്ടില്ലേ, അതിനകത്ത് കുറച്ച് നട്ട്സൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി ചക്ക വരട്ടിയത്. എനിക്ക് ഈ പാത്രം ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ പൂനെക്ക് പോയപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണ്. ഇടയ്ക്ക് എല്ലാവരും ഗിഫ്റ്റ് ചെയ്യും. നല്ല നല്ല ഷോയുള്ള പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇങ്ങനെ ഗിഫ്റ്റ്, ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു.